Eighth question. Let A is equal to set 1, 2, B is equal to set 3, 4. Write A cross B. How many subsets will A cross B have? List them. അപ്പോൾ ആദ്യം നമ്മൾ എ ക്രോസ് ബി കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ട് എന്ന് പറയണം. അതിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് എ ക്രോസ് ബി കണ്ടുപിടിക്കാം. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു, എ ക്രോസ് ബി എന്താ വരിക? ആദ്യം എയിലെ എലമെൻറ്റ്, പിന്നെ ബിയിലെ എലമെൻറ്റ്. നമ്മൾ ഓർഡേഡ് പെയർ ആയിട്ട് എഴുതുന്നു. അപ്പോൾ 1,3, 1,4, അടുത്തത് 2,3, 2,4. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പം കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇടയ്ക്ക് കയറി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ എല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് പ്രോബ്ലംസ് എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, ജസ്റ്റ് ചെയ്തു പോകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം എക്സസൈസുകൾ കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ എഴുതി എ ക്രോസ് ബി കണ്ടുപിടിച്ചു. ഇനി ഇതിന് എത്ര സബ്സെറ്റുകളുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സബ്സെറ്റുകളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണല്ലേ. അതായത് ഇതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത് നമ്മൾ 2ൻ്റെ പവറായിട്ട് കൊടുക്കും. സിൻസ് എ ക്രോസ് ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം എൻ ഓഫ് എ ക്രോസ് ബി ഇസ് ഇക്വൽ ടു എത്രയാണ്? 1, 2, 3, 4. Therefore എ ക്രോസ് ബി വിൽ ഹാവ് എത്ര സബ്സെറ്റുകൾ കാണും? 2⁴. ദാറ്റ് ഈസ് 16 സബ്സെറ്റ്സ്. ഇത്രയും സബ്സെറ്റുകൾ കാണും. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഇനി അതിനെ നമ്മളോട് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദ സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ആർ, എന്തൊക്കെയായിരിക്കും സബ്സെറ്റുകൾ? ഇത് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സബ്സെറ്റുകളായിട്ട് എഴുതാം. അപ്പം നമുക്കറിയാം നൾ സെറ്റ് എല്ലാത്തിൻ്റെയും സബ്സെറ്റാണ് എന്ന് നമുക്കറിയാം. അപ്പം ഫസ്റ്റ് നൾ സെറ്റ്, പിന്നെന്താണ്? ഇത് ഓരോന്നും സബ്സെറ്റുകളാണല്ലേ. അപ്പോൾ 1,3 ഒരു സബ്സെറ്റാണ്, 1,4 ഒരു സബ്സെറ്റാണ്, 2,3 ഒരു സബ്സെറ്റാണ്, പിന്നെന്താ 2,4 ഒരു സബ്സെറ്റാണ്. മൊത്തം 16 എണ്ണം വേണം അല്ലേ. ഇനി അടുത്തത് ഇത് രണ്ടും ഒരു സബ്സെറ്റാണ്. അപ്പോൾ എന്തെഴുതാം? 1,3യും 1,4. ഇത് രണ്ടും കൂടെ ഒരു സെറ്റിൽ എഴുതുന്നു. ഇനി 1,3യും 2,3യും അടുത്ത സബ്സെറ്റാണ്. അപ്പോൾ 1,3, 2,3. ഇനി അടുത്തത് എന്തെഴുതാം? 1,3, 2,4. ഇനി അടുത്തത് നമുക്ക് എന്തെഴുതാം? ഇനി ഈ 1,4 എടുക്കാം. 1,4ഉം 2,3യും. അടുത്തത് 1,4, 2,3. അടുത്തത് 1,4ഉം 2,4ഉം. 1,4, 2,4. ഇനി അടുത്തത് 2,3 വെച്ചിട്ടുള്ളതാണ് എഴുതുന്നത്. അപ്പോൾ 2,3യും 2,4 അത് എഴുതി. അപ്പോൾ 2 എണ്ണം വെച്ചുള്ളതെല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ 3 എണ്ണം വെച്ചുള്ളത്. ഇനി ഇത് 3ഉം കൂടെ നമ്മൾ എഴുതുന്നു. അപ്പോൾ സെറ്റ് 1,3, 1,4, 2,3. അടുത്തത് ഇത് രണ്ടും ഇതും കൂടെ എഴുതുന്നു. 1,3, 1,4, 2,4. ഇനി അടുത്തത് ഫസ്റ്റ് 1ഉം ലാസ്റ്റ് 2ഉം കൂടെ എഴുതുന്നു. 1,3, 2,3. അടുത്തത് 2,4. ഇനി അടുത്തത് ഈ ലാസ്റ്റ് 3ഉം കൂടെ എഴുതുന്നു. അപ്പോൾ എന്തൊക്കെ വരും? 1,4, 2,3, 2,4. അപ്പം 3 എണ്ണം വെച്ചുള്ളതും മുഴുവൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഈ 4 എണ്ണം കൂടെ ഉള്ളത്. അപ്പോൾ എന്ത് വരും? 1,3, 1,4, 2,3, 2,4. ഇനി നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക 16 സബ്സെറ്റുകൾ ഉണ്ടോ എന്ന് നോക്കുക. 1, 2, 3, 4, 5, 6,
7, 8, 9, 10, 11, 12, 13, 14, 15, 16. കണ്ടോ 16 സബ്സെറ്റുകൾ നമുക്ക് കിട്ടി. അപ്പോൾ ആദ്യം നൾ സെറ്റ് എഴുതുക. നൾ സെറ്റ് എഴുതാൻ മറന്നു കഴിഞ്ഞാൽ 15 കിട്ടത്തുള്ളൂ കേട്ടോ. നൾ സെറ്റ് എഴുതുക, പിന്നെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇതും എഴുതുക, ഇതും എഴുതുക, ഇതും എഴുതുക. മനസ്സിലായല്ലോ? അടുത്തത് ഇതെടുത്തിട്ട് ഇതും എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇതും എഴുതുക. അപ്പോൾ നമ്മുടെ ഈ 2 എണ്ണം വെച്ചുള്ളത് കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 എണ്ണം വെച്ചുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത് 3 കൂടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇത് 2ഉം ഇതും കൂടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് 3ഉം കൂടെ എഴുതുക. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞിട്ട് 4 എണ്ണം ഒരുമിച്ച് എഴുതുക. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ 8th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത 9th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Let A and B be two sets such that n of A is equal to 3 and n of B is equal to 2 if x, 1, y, 2, z, 1 are in A cross B. Find A and B where x, y, z are distinct elements. അപ്പോൾ ഇവിടെ നമുക്ക് n of A എത്രയാണ് എന്ന് തന്നിട്ടുണ്ട്? 3 ആണ് എന്ന് തന്നിട്ടുണ്ട്. n of B നമുക്ക് 2 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ n of A cross B എന്തായിരിക്കും? 3 × 2 6 ആയിരിക്കും അല്ലേ? നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ 3 എണ്ണവും A ക്രോസ് ബിയിൽ ഉള്ളതാണ് എങ്കിൽ എയും ബിയും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് എലമെൻറ്റ്, ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ് എവിടെയുള്ളതായിരിക്കും? സെറ്റ് എയിലുള്ളതായിരിക്കും. സെക്കൻഡ് എലമെൻറ്റ് സെറ്റ് ബിയിലുള്ളതായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് സെറ്റ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് എ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റുകൾ എക്സ്, വൈ, ഇസഡ് ആയിരിക്കും. അടുത്തത് സെറ്റ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടാമത്തെ എലമെൻറ്റുകൾ 1ഉം 2ഉം 1ഉം. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരാത്തത് കൊണ്ട് 1ഉം 2ഉം മാത്രമേ നമ്മളിവിടെ എഴുതത്തുള്ളൂ. അപ്പോൾ നമ്മളോട് എയും ബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എ നമുക്ക് ബ്രാക്കറ്റ് അല്ല, ഇവിടെ സെറ്റാണ്. സെറ്റ് എക്സ്, വൈ, ഇസഡ്, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2 എന്ന് കിട്ടി. 10th question. The Cartesian product A cross A has 9 elements among which are found -1, 0 and 0, 1. അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് എക്ക് 9 എലമെൻറ്റ്സ് ഉണ്ട്. അതിലുള്ള 2 പേറുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. -1, 0യും 0, 1ഉം. 9 എലമെൻറ്റ്സുകൾ ഉള്ളതിൽ 2 എണ്ണമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ സെറ്റ് എ ആൻഡ് ദ റിമൈനിങ് എലമെൻറ്റ്സ് ഓഫ് എ ക്രോസ് എ. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റ് എയും കണ്ടുപിടിക്കണം, എ ക്രോസ് എയിൽ റിമൈനിങ് എലമെൻറ്റ്സും കണ്ടുപിടിക്കണം. 2 എലമെൻറ്റ്സുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് 9 എണ്ണത്തിൽ 2 തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ എ ക്രോസ് എയിൽ 9 എലമെൻറ്റ്സ് ആണുള്ളതെങ്കിൽ സെറ്റ് എയിൽ എത്ര എലമെൻറ്റ്സ് കാണും? എ ക്രോസ് എ 9 ആണെങ്കിൽ എയിൽ 3 എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? അപ്പോൾ സിൻസ് എ ക്രോസ് എ ഹാസ് 9 എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് എന്താണ്? n ഓഫ് എ ക്രോസ് എ ഈസ് ഈക്വൽ ടു 9. ദാറ്റ് മീൻസ് 3 × 3 അല്ലേ? ദെയർഫോർ n ഓഫ് എ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? n ഓഫ് എ ഈസ് ഈക്വൽ ടു 3. n ഓഫ് എയിൽ 3 എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിലെ 2 എലമെൻറ്റ്സുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? -1, 0യും 0, 1ഉം. അപ്പോൾ രണ്ടും എ തന്നെയാണ്. അപ്പോൾ എയിലുള്ള എലമെൻറ്റ്സുകൾ വെച്ചിട്ടാണ് ഇത് 2 എണ്ണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിലുള്ളത്? -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ സെറ്റ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? -1, 0, 1 ആയിരിക്കും. നൗ 2 elements of A cross A are -1, 0 and 0, 1. Therefore,
എ ഈസ് ഇക്വൽ ടു സെറ്റ് -1, 0, 1. റീസൺ എന്തെഴുതാം? ബിക്കോസ് ഇൻ എ ക്രോസ് എ എലമെൻറ്റ്സ് അറ്റ് ബോത്ത് പ്ലേസസ് ഓഫ് ഓർഡേഡ് പെയർ ആർ ഫ്രം എ. രണ്ട് പ്ലേസിലെയും എലമെൻറ്റുകൾ എയിൽ നിന്നുള്ളതാണ്. അപ്പം അതിലേതൊക്കെയുണ്ട്? -1ഉം 0യും 1ഉം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എ ക്രോസ് എ എഴുതാമല്ലോ. എ ക്രോസ് എ അപ്പോൾ എന്തായിരിക്കും? therefore എ ക്രോസ് എ ഈസ് ഇക്വൽ ടു -1, 0, 1 ക്രോസ് -1, 0, 1. മനസ്സിലായോ നിങ്ങൾക്ക്? 9 എലമെൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് എയിലാണ് 9 എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ എയിൽ 3 എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കിവിടെ 2 എലമെൻറ്റുകൾ എ ക്രോസ് എയിലെ തന്നിട്ടുണ്ട്, -1, 0യും 0, 1ഉം. അപ്പോൾ എ ക്രോസ് എ 2 സെറ്റുകളും എ തന്നെയാണ് അല്ലേ? അപ്പോൾ അതിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. സെയിം എലമെൻറ്റ്സ് ആയിരിക്കും, എ തന്നെ ആയതുകൊണ്ട്. അപ്പം -1ഉം 0യും 1ഉമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെറ്റ് എ -1, 0, 1 എയിൽ 3 എലമെൻറ്റ്സ് ആണ്, 3 എണ്ണം വെച്ച് എഴുതി. അപ്പോൾ സെറ്റ് എ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എ ക്രോസ് എയിലെ റിമൈനിങ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എ ക്രോസ് എ ചെയ്ത് നോക്കിയിട്ട് ഇത് 2 എണ്ണം മാറ്റിയിട്ട് ബാക്കിയുള്ളത് എഴുതുന്നു. അപ്പോൾ എ ക്രോസ് എ എന്ത് വരും? -1, -1. അപ്പോൾ -1 കൊണ്ട് ആദ്യം ചെയ്യുന്നു. അടുത്ത -1, 0. അടുത്തത് -1, 1. ഇനി അടുത്തത് 0 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 0, -1, 0, 0, 0, 1. ഇനി അടുത്തത് 1 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 1, -1, 1, 0, 1, 1. ഇതിനകത്തുനിന്ന് ഏതൊക്കെ എലമെൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്? -1, 0. അതായത് ഇത് നമുക്ക് തന്നിട്ടുണ്ട്. 0, 1 ഇതും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എ ക്രോസ് എയിലെ റിമൈനിങ് എലമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ദ റിമൈനിങ് എലമെൻറ്റ്സ് ആർ എന്തൊക്കെയാണ്? -1, -1. അടുത്തത് -1, 1. 0, -1. 0, 0. 1, -1. 1, 0. 1, 1. ഇത്രയുമാണ് ബാക്കിയുള്ള റിമൈനിങ് എലമെൻറ്റ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് വായിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ച് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ട് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കുറേ കൂടി നന്നായിട്ട് മനസ്സിലാകും കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പെട്ടെന്ന് കാണുമ്പോൾ ഇതെന്താണ് എന്ന് ഓർക്കും. പക്ഷേ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പം തന്നെ എന്താണെന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ 2.1 എക്സസൈസ് ഫുള്ള് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.